രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം. കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിച്ച രാഹുൽ ഗാന്ധിയോട് തലമുറകൾ പൊറുക്കില്ല എന്ന് മോദി പറഞ്ഞു. യുവജനങ്ങളുടെ ഭാവി വെച്ച് കളിച്ചവരെ വെറുതെ വിടില്ല എന്ന നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ മോദിയുടെ പ്രസ്താവന. 2 മണിക്കൂർ 14 മിനിറ്റ് നീണ്ട മോദിയുടെ പ്രസംഗം സമയത്താകെ പ്രതിപക്ഷ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. മാനനീയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി, അടുത്ത കാലത്തൊന്നും കാണാത്ത നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ലോക്സഭ. മോദി പ്രസംഗിക്കുമ്പോൾ നേരത്തെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് പ്രതിഷേധങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇന്ന് 3 തവണ പ്രധാനമന്ത്രിക്ക് പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. സ്പീക്കർ രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചു. അതിലും രൂക്ഷമായി മോദി രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു. ഷോലെ സിനിമയെ ഉദ്ധരിച്ച് മോദിയുടെ കോൺഗ്രസ് വിമർശനം. तेरह राज्यों में 0 सीटें आई हैं, पर हीरो तो है ना। अरे पार्टी की लुटिया तो दुबई है। अरे मौसी, पार्टी अभी भी सांसें तो ले रही है. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം ഹിന്ദു വിരുദ്ധമെന്ന് മോദി ആവർത്തിച്ചു. कल यहाँ बालक बुद्धि का विलाप चल रहा था. मुझे इसने मारा, मुझे उसने मारा, मुझे यहाँ मारा, मुझे वहां मारा, ये चल रहा था. सिंपति हासिल करने के लिए അടിയന്തരാവസ്ഥയെ ഈ സഭാ സമ്മേളന കാലത്ത് വീണ്ടും ചർച്ചയാക്കി മോദി. അധികാരത്തോട് ആർത്തിപൂർണ്ണ കോൺഗ്രസ് ജനങ്ങളെ ഏകാധിപത്യത്തിലേക്ക് തള്ളിവിട്ടു. കോൺഗ്രസ് ദളിതരോടും പിന്നാക്കക്കാരോടും വഞ്ചന കാട്ടി. എക്കാലവും കോൺഗ്രസ് സംവരണ വിരുദ്ധരായിരുന്നുവെന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി വിമർശനം. UPA കാലം അഴിമതിക്കാലം എന്ന് പറഞ്ഞ മോദി കഴിഞ്ഞ 10 വർഷം വികസനത്തിൻ്റെതെന്ന് വിവരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിലെന്ന് വിശദീകരണം. ഇതിനിടെ 3 തവണ മോദിയുടെ പ്രസംഗം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തടസ്സപ്പെട്ടു. ക്ഷുഭിതനായ സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചു. നീറ്റ്, മണിപ്പൂർ വിഷയങ്ങൾ ഉയർത്തിയാണ് മോദിയുടെ പ്രസംഗ സമയത്ത് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പ്രസംഗത്തിനൊടുവിൽ ബഹളവും അവസാനിച്ച ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിശ്ചയിച്ചതിലും 1 ദിവസം നേരത്തെയാണ് സഭാ സമ്മേളനം അവസാനിപ്പിച്ചത്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.